ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ അങ്ങനെ ഇഗ്നോയുടെ നമ്മുടെ 2024 ജൂൺ എക്സാം റിസൾട്ടുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇഗ്നോയുടെ റിസൾട്ടുകൾ എങ്ങനെയാ വരിക, അതുപോലെ തന്നെ ഇഗ്നോയുടെ പാസ് മാർക്ക്, പുതിയ പാസ് മാർക്ക് എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പ്രീവിയസ് വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യുക. നമുക്കെല്ലാവർക്കും അറിയാം ഇഗ്നോയുടെ റിസൾട്ടുകൾ എല്ലാം ഒരുമിച്ച് വരികയല്ല ചെയ്യുന്നത്, പകരം ഓരോ സബ്ജക്റ്റ് വാല്യുവേഷൻ അനുസരിച്ചിട്ട് വരികയാണ് ചെയ്യുക. ചിലപ്പോൾ ഒരു സബ്ജക്റ്റ് മാത്രമായിരിക്കാം നമുക്ക് റിസൾട്ടായിട്ട് വന്നിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ഒരു സെൻറ്ററിൽ എഴുതിയ കുട്ടികൾക്ക് തന്നെ വെവ്വേറെ ഡേറ്റിലായിരിക്കും ഇഗ്നോയുടെ റിസൾട്ട് കണ്ടു തുടങ്ങുക. ഇനി അഥവാ നിങ്ങൾ ചെക്ക് ചെയ്ത് റിസൾട്ടുകളൊന്നും കാണുന്നില്ല എങ്കിലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. എക്സാമുകൾ റിസൾട്ടുകളൊക്കെ വരാൻ തുടങ്ങുന്നതേ ഉള്ളൂ. ഏകദേശം നമുക്ക് അടുത്ത എക്സാമിനുള്ള ഫോം ഫില്ല് ചെയ്യുന്ന ആ ടൈം വരെ നമ്മുടെ എക്സാം റിസൾട്ട് വന്നുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ അസൈൻമെൻറ്റ് മാർക്കുകളൊക്കെ ഇപ്പോൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു സമയം പറയാനുള്ളത്, നമുക്ക് 2023 ഡിസംബർ എക്സാമിന് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്ത അസൈൻമെൻറ്റിൻ്റെ റിസൾട്ട് ഇതുവരെ വരാത്തവർ നിങ്ങളുടെ റീജിയണൽ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ്. കാരണം ഇനി വരുന്നത് പുതിയ അസൈൻമെൻറ്റ് റിസൾട്ട് ആയിരിക്കും. അതിനു മുമ്പുള്ളവരുടെ വന്നു കഴിഞ്ഞു എന്ന രീതിയിലാണ് അത് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ വന്നിട്ടില്ല എങ്കിൽ നിങ്ങളുടെ അസൈൻമെൻറ്റിന് എന്തോ പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ അവർ അപ്ഡേറ്റ് ചെയ്യാൻ മറന്നുപോയി. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ റീജിയണൽ സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ റിസൾട്ട് ഉറപ്പ് വരുത്തേണ്ടതാണ്. നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ നമ്മളുടെ ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എടുക്കുക. അപ്പോൾ അതിലായിട്ട് താഴെയായിട്ട് വരുമ്പോൾ അലേർട്ട് എന്നുള്ള ഭാഗത്തിൽ പുതിയ നോട്ടിഫിക്കേഷൻസ് ഒന്നും കാണുന്നില്ല. സാധാരണയായി പുതിയ നോട്ടിഫിക്കേഷനൊക്കെ ഇവിടെ വരാറുണ്ട്, പക്ഷേ റിസൾട്ടുമായി ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും വന്നതിന് ശേഷമാണ് ഇവിടെ നോട്ടിഫിക്കേഷൻ കൊടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ റിസൾട്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ നമ്മുടെ ടേം ആൻഡ് എക്സാം എന്നുള്ള ഭാഗം കാണാം. ഇവിടെയാണ് നമുക്ക് നമ്മളുടെ ടേം എൻഡിലുള്ള എക്സാം റിസൾട്ടുകൾ കിട്ടുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക, ടേം എൻഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് താഴെയായിട്ട് ഇതുപോലെ റിസൾട്ടിൻ്റെ ഓരോ ലിങ്ക് കാണാം. ഇതിൽ കാണാം ജൂൺ 2024 ടേം ആൻഡ് എക്സാമിനേഷൻ റിസൾട്ട് ന്യൂ എന്ന് കൊടുത്തിട്ട് കാണാം. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇത് അപ്ഡേറ്റ് ആയിട്ടുള്ളത് 2 ജൂലൈയിലാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഒരു വിൻഡോ ആണ് നമുക്ക് പ്രത്യക്ഷപ്പെടുക. ഇതിൽ കാണാം നമ്മളുടെ എൻ്റർ യുവർ എൻറോൾമെൻറ്റ് നമ്പർ. ഇവിടെ നമ്മളുടെ എൻറോൾമെൻറ്റ് നമ്പർ കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് അപ്ഡേറ്റ് ആയിട്ടുള്ളത് ജൂലൈ 23 കാണുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മളുടെ എൻറോൾമെൻറ്റ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതുപോലെയുള്ള വിൻഡോ ആയിരിക്കും വരിക. അതായത് എൻറോൾമെൻറ്റ് നമ്പർ നോട്ട് ഫൗണ്ട് ഓർ റിസൾട്ട് യെറ്റ് ടു ബി ഡിക്ലെയർഡ്. അതായത് നിങ്ങളുടെ എൻറോൾമെൻറ്റ് അഥവാ തെറ്റായിരിക്കാം, അതുമല്ലെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് ഇതുവരെ പബ്ലിഷ് ആയിട്ടില്ല എന്നാണ്. ഇത് എല്ലാ ഡേയ്സും നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെയാകുമ്പോഴാണ് നിങ്ങൾക്ക് റിസൾട്ട് കാണാനാവുക. ഇങ്ങനെ വന്നതുകൊണ്ട് ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ റിസൾട്ട് വരാൻ പോകുന്നതേ ഉള്ളൂ. ഇങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടേ ഇരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആരും തന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് താങ്ക് യു.